ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണ അത്രയ്ക്ക് ടൈം മതി ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിലൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട്, അത് നമുക്ക് എന്തോരം പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൈദപ്പൊടി എടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വേണം, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് പൊറോട്ടയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. പിന്നെ പഞ്ചസാര ചേർത്തിട്ട് പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു കളറും കിട്ടും. ആ പഞ്ചസാര ചൂടാവുമ്പോൾ പഞ്ചസാര കാരമലൈസ് ആവും. അപ്പൊ അതിൻ്റെ ഒരു കളറും പൊറോട്ടയ്ക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും വേണം. അപ്പൊ ഏറ്റവും ആദ്യം പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊടി നമുക്ക് കുഴച്ചെടുക്കാം. പൊടി ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. മൈദപ്പൊടി ആയതുകൊണ്ട് ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇനി ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. ഈ പൊടി നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഒരു ബോളാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാത്രത്തിലിട്ടിട്ട് പൊടി കുഴച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഈ പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറേശ്ശെ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഈ പാം വെച്ചിട്ട് വേണം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും പൊടി നല്ല മയത്തിൽ വരാം. ഈ മാവ് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇതൊരു നനഞ്ഞ ക്ലോത്ത് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിരിക്കണ പോലെ പരത്തിരിക്കണം. കവർ ചെയ്ത് വെക്കാം. ഈ പൊടി നമുക്കിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയും. ഈ അതിന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിരിക്കണ പോലെ പരത്തിയെടുക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിനെ പോലെ നല്ല റൗണ്ട് ഷേപ്പ് വേണമെന്നില്ല. ഇത് മൈദ ആയതുകൊണ്ട് നമ്മൾ ഇത് എത്ര റൗണ്ട് ആക്കി എടുത്താലും ഇത് എലാസ്റ്റിക് പോലെയാണ്. ഇത് നല്ല കനം കുറഞ്ഞ ഒരു ഷീറ്റ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് രണ്ടാമത് നമ്മൾ പൊന്തിച്ചിട്ട് രണ്ടാമത് എടുത്തിട്ടുണ്ട്. ഞാൻ കനം കുറഞ്ഞ സൈഡൊക്കെ നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇടുകയാണെങ്കിൽ അത് സാധാരണ നമ്മൾ ഏറ്റവും ആദ്യം പരത്തിയ പോലെ തന്നെ ഇതിന് ചെറുതായി പോകും. ഇതെല്ലാ സൈഡും നല്ല കനം കുറച്ചിട്ട് പരത്താം. ഇത് കനം കുറഞ്ഞ ഷീറ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെയും കനം കൂടുതലുണ്ടെങ്കിൽ കൈ കൊണ്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. കനം കുറഞ്ഞ ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ പോകണം. ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ആ ഫോൾഡിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഓയിൽ ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ഓയിൽ ഷീറ്റിൻ്റെ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. ഈ ഷീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പൊന്തിക്കുക. പതുക്കെ പൊന്തിച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക.
പിന്നെയും ഇതിനെ പൊന്തിച്ചിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യുക. പിന്നെയും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെറിഞ്ഞെടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഇങ്ങനെ പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങനെ അലാസ്റ്റിക് പോലെ ഒന്ന് വലിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണേ. അതിന് വേണ്ടിയിട്ട് ഈ കൈയുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിന് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ എൻഡ് വരുമ്പോൾ ഇത് ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ വെക്കണം. എന്നാലും ഇത് പൊറോട്ടയുടെ കൂടെ ഇതിൻ്റെ എൻഡ് ഇങ്ങനെ ചേർന്നിരിക്കുള്ളൂ. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ടര കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കുക. ഒന്നല്ലെങ്കിൽ ഈ കൈയുടെ പാം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റോളർ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ ഷേപ്പ് ആക്കിയിട്ട് പരത്തിയെടുക്കുക. നമുക്ക് കൈ കൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഈ കൈയുടെ പാം വെച്ചിട്ട് വേണം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ സ്ട്രെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. റോളർ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും നമുക്ക്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും എല്ലാവരും ഇങ്ങനെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ വയ്ക്കുക. കൈയുടെ പാം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാവരും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കുക. ഈ പൊറോട്ട ചുട്ടെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ പൊറോട്ട ഇടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് പൊറോട്ട ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. മറ്റേ സൈഡും തിരിച്ചിടാം. ഇപ്പോൾ പൊറോട്ടയുടെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പൊറോട്ടയും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക. ഇപ്പോൾ 5 പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊറോട്ട എല്ലാവരും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലെയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന എല്ലാ പൊറോട്ടയും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും തട്ടി കൊടുക്കണം. അപ്പം ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ തട്ടുക. ഇപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണിത്. നമ്മൾ 5 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്.